എന്താ കൊച്ചെ നീ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല അമ്മൂമ്മേ. എനിക്കറിയില്ലേ നിന്നെ, ഈ കാര്യം പറ. ഞാൻ കറുത്തതാണെന്ന് പറഞ്ഞ് സന്ധ്യ ടീച്ചർ എന്നെ കളിയാക്കി. നാടകത്തിൽ പാർവതിയുടെ രൂപം എനിക്ക് തരാൻ ശാരദ ടീച്ചറും ബിന്ദു ടീച്ചറും പറഞ്ഞപ്പോൾ സന്ധ്യ ടീച്ചർ പറഞ്ഞു എന്നെ വെളുപ്പിക്കാൻ പാടാണെന്ന്. അവരൊരു ടീച്ചറല്ലേ, അവർക്ക് നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാളെ ഞാൻ സ്കൂൾ വരെ വരുന്നുണ്ട്. വേണ്ട അമ്മൂമ്മ വേണ്ട, എനിക്ക് നാടകത്തിൽ അഭിനയിക്കണം. ഇത് പ്രശ്നമായ എന്നെ നാടകത്തിൽ നിന്ന് മാറ്റിയാലോ? എന്നാലും അവര് നിന്നിങ്ങനെ പറഞ്ഞില്ലേ? അത് സാരമില്ല, പോട്ടെ. നിനക്ക് ചെറിയ വിഷമമുണ്ടല്ലേ? ചെറിയ വിഷമമുണ്ടടി. അതെനിക്ക് പാർവതിയാകാൻ പറ്റാത്തതിലല്ല. ടീച്ചർ എന്നെ അങ്ങനൊക്കെ പറഞ്ഞില്ലേ. നമുക്ക് ടീച്ചർക്കൊരു പണി കൊടുത്താലോ? വേണ്ടടി, ടീച്ചർക്കൊക്കെ പണി കൊടുക്കുന്നത് ഭയങ്കര റിസ്കാ. വേണ്ടടി, എന്തായാലും എനിക്കിതിലൊക്കെ കയറാൻ പറ്റിയില്ലേ, അത് തന്നെ വലിയ കാര്യം. നല്ലതായിരുന്നു, സൂപ്പറാ. സെറ്റ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇപ്പോ കഴിഞ്ഞ UP വിഭാഗം നാടകത്തിന്റെ റിസൾട്ടാണ് പറയുന്നത്. 1-ാം സ്ഥാനം കോഡ് നമ്പർ 138. ഇതിൽ മികച്ച നടൻ ശിവനായി വന്ന രാജീവും മികച്ച നടി മുത്തശ്ശിയായി വന്ന പാർവതിയുമാണ്. എല്ലാവരും നമ്മുടെ പാർവതിക്കും രാജീവിനും ഒരു കയ്യടി കൊടുത്തേ. അവളെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് കൈയടിക്കുന്നു. അതെ, എനിക്കടി ഒരു പണി കൊടുക്കാം. എന്നതാ? എടി സിനി, വെളുത്തതായാലും കറുത്തതായാലും കഴിവില് മാത്രമേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായില്ലേ നിനക്ക്? ആ അതേടി, ശരിയാ. നിക്ക് പോകല്ലേ. നമ്മുടെ ഈ നാടകം നടക്കുമ്പോൾ നിങ്ങൾ ആരും അറിയാതൊരു കാര്യം നടന്നു. പക്ഷെ ഞാനത് കണ്ടുപിടിച്ചു. നിങ്ങൾ ആരോടും പറയത്തില്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരാം.